ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കെമിസ്ട്രി പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് കഴിഞ്ഞ ജാനുവരി സെഷൻ 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ, കാരണം നമുക്കറിയാം ഇവിടെ ആകെ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസും കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും മാത്രമാണ് ഉള്ളത്. സോ എന്നിരുന്നാലും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട് താനും. പക്ഷേ ഗ്രൂപ്പ് 13 ആൻഡ് 14, അതായത് നമ്മൾ +1 ഉണ്ടായിരുന്ന പ്ലസ് 1 ഉണ്ടായിരുന്ന പി ബ്ലോക്കിൽ നിന്ന് ആകെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ് +2 പി ബ്ലോക്ക് ആണ്. എല്ലാം കൂടി ഒരു 5-8 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് നേരെ ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. ഗിവൺ ബിലോ ആർ അറ്റോമിക് നമ്പർ ഓഫ് some group 14 elements, the atomic number of element with the lowest melting point. പക്ഷേ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളെങ്കിലും പി ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും അത്യാവശ്യം നല്ല ലെവലാണ്. അതായത് നമുക്കൊരു മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസ്, അതായത് എല്ലാത്തിൻ്റെയും ഓർഡറും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ഹിറ്റ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആണ് ഈ ചാപ്റ്ററിന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം ഗ്രൂപ്പ് 14 എലമെന്റ്സും അവരുടെ അറ്റോമിക് നമ്പർ അറിയണം. അത് വലിയ ചലഞ്ചിങ് പരിപാടിയല്ല, കാരണം നമുക്കറിയാം ഗ്രൂപ്പ് 14 എലമെന്റ്സ് പറഞ്ഞാൽ ആരൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 6നോട് 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ കിട്ടും 14. ദെൻ 14നോട് 18 കൂട്ടിക്കഴിഞ്ഞാൽ ജെർമേനിയം കിട്ടും 32. 32 + 18 50 കിട്ടും. ദെൻ 50 + 32 ഇത് എത്രയുടെ വരിക? 82. അപ്പോൾ ഇത്രയാണ് അറ്റോമിക് നമ്പർ. പക്ഷേ ഇതിൽ ഏത് എലമെന്റ് ആണ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവരുടെ ഒരു മെൽറ്റിംഗ് പോയിന്റിന് ഒരു റേഞ്ച് വേണം. അതായത് അറ്റോമിക് നമ്പർ വേഴ്സസ് മെൽറ്റിംഗ് പോയിന്റ് ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഇത് കാർബൺ ആണെങ്കിൽ ഇത് സിലിക്കൺ, ജെർമേനിയം ആൻഡ് ടിന്ന്, ലെഡിലോട്ട് മെൽറ്റിംഗ് പോയിന്റ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ലെഡിലോട്ട് മെൽറ്റിംഗ് പോയിന്റ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. അത് വേണമെങ്കിൽ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കാം ഈ ഒരു വാല്യൂ. ഓക്കെ, ദെൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വന്നിട്ടുണ്ടോ. ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ടേബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, മെൽറ്റിംഗ് പോയിന്റ് റേഞ്ച് കണ്ടോ? കാർബണിൻ്റെത് 4373, സിലിക്കൺ 1693, ജെർമേനിയം 1218, ടിൻ 505. അതായത് ഇങ്ങോട്ടൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ ടിന്ന് വരെ കുറഞ്ഞു. ദെൻ ലെഡിലോട്ട് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ആണ് 600 കെൽവിനിലോട്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത് ലെഡ് അല്ല, പകരം ആരാണ്? പകരം നമ്മളുടെ ടിന്നാണ്. അപ്പോൾ ടിന്നിൻ്റെ അറ്റോമിക് നമ്പർ എത്രയെന്നാണ് സിംപ്ലി ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് 15. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ജാനുവരി 28 ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, കൺസിഡറിങ് ദ ഫോളോയിങ് എലമെന്റ്സ്: ഇൻഡിയം, താലിയം, അലൂമിനിയം, ലെഡ്, ടിന്ന്, ജെർമേനിയം. ഓക്കെ, ദെൻ 13th 14th ഗ്രൂപ്പിൽ എലമെന്റ്സ് ഉണ്ട്. ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എലമെന്റ്സ് വിത്ത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഇവിടെ നമുക്കൊരു എലമെന്റ്സിന്റെ റിലേറ്റീവ് പൊസിഷൻ ആദ്യം കിട്ടണം. ആദ്യം ബോറോൺ ഫാമിലി ആരൊക്കെ ഉണ്ട്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? ഇൻഡിയം കൊടുത്തിട്ടുണ്ട്, ദെൻ താലിയം ഉണ്ട്, ഗാലിയം അല്ല, പകരം അലൂമിനിയം ഉണ്ട്. ഇനി കാർബൺ, സിലിക്കണ്, ജെർമേനിയം ആൻഡ് ടിന്ന്, ലെഡ്. ഓക്കെ, ഇവിടെ കാർബൺ ഇല്ല, സിലിക്കൺ ഇല്ല, പകരം ജെർമേനിയം ഉണ്ട്, ടിന്ന് ഉണ്ട്, ലെഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും എലമെന്റ്സ്, ഈ 6 എലമെന്റ്സ് ആണ് കമ്പാരിസൺ വന്നിട്ടുള്ളത്. ഇനി ഈ 6 എലമെന്റ്സിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു അയണൈസേഷൻ എൻതാൽപ്പിന്റെ ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി കൂടും, ആൻഡ് ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ഇത് ജനറൽ ട്രെൻഡ് ആണ്. കാർബൺ ഫാമിലിയിൽ പ്രത്യേകിച്ച് അങ്ങനെ എന്തൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കാർബൺ ഫാമിലിന്റെ ഒരു അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഗ്രേറ്റർ ദാൻ, കാർബൺ ഫാമിലിന്റെ അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഓർഡർ കേട്ടോ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഇങ്ങനെയാണ് കാർബൺ ഫാമിലിന്റെ IE1ന്റെ റേഞ്ച് വരുന്നത്. അതായത് നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അയണൈസേഷൻ എൻതാൽപ്പി കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. പക്ഷെ നോക്കിക്കേ, ടിന്നിന്ന് ലെഡിലോട്ട് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. അപ്പം നമ്മൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ സംഭവം തെറ്റും. അതായത് ലെഡിലോട്ട് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട്. ഇവിടെ ശരിക്ക് ഇങ്ങനെയാണ് ഓർഡർ വരിക, ലെഡ് പിന്നെ ആരാടാ? ടിന്ന്. ഇതാണ് കറക്റ്റ് ഓർഡർ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓർഡർ. ഇനി നമുക്ക് ബോറോൺ ഫാമിലി നോക്കാം. ബോറോൺ ഫാമിലിയിൽ ബോറോൺ ആണ് ഹയസ്റ്റ് പൊസിഷൻ. ദെൻ സെക്കൻഡ് പൊസിഷൻ വരല് അലൂമിനിയം അല്ല, സെക്കൻഡ് പൊസിഷൻ വരുന്നത് താലിയാണ്, പിന്നെ വരുന്നത് ഗാലിയാണ്, ദെൻ അലൂമിനിയം, പിന്നെ ആരാ വരിക എന്നറിയോ? ഇൻഡിയം. ഇതിൻ്റെ റീസൺ ഒന്ന് നമ്മൾ
നമുക്ക് പറയാം താലിയത്തിൻ്റെയും ഗാലിയത്തിൻ്റെയും കേസിൽ D and F ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഷീൽഡിങ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ അയണൈസേഷൻ എന്താൽപ്പി നമ്മുടെ എക്സ്പെക്ടേഷനേക്കാളും കൂടും. then നമുക്ക് NCERT ടേബിളിലോട്ട് ഒന്ന് വരാം. നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണോ അതല്ല എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഇവിടെ നോക്ക്, ഇത് ബോറോണ്ട് അയണൈസേഷൻ എന്താൽപ്പിയാണ് 801. അടുത്ത ഹയസ്റ്റ് പൊസിഷനിലുള്ളത് 589 ആണ്, വിച്ച് ഇസ് താലിയം. then അതിനേക്കാളും കുറവാണ് 579, അതിനും കുറവാണ് 577, then 558. അതായത് ഓർഡർ നോക്കുമ്പോൾ ബോറോണ്, സോ ബോറോണ് ഫസ്റ്റ് പൊസിഷനിൽ വരും, പിന്നെ വരുന്നത് താലിയാണ്, പിന്നെ വരുന്നത് ഗാലിയാണ്, ദെൻ അലൂമിനിയം, പിന്നെ ഏതാടാ ഇൻഡിയം. അപ്പോൾ ഈ ഓർഡർ അറിഞ്ഞിരിക്കൽ ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. ഈ കാർബൺ ഫാമിലിയിൽ ബോറോൺ ഫാമിലിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോണിൻ്റെ വാല്യൂ 2453 ആണ്. ഗാലിയം അല്ലെങ്കിൽ അലൂമിനിയം, ഇൻഡിയം, താലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പാരിസൺ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഹയസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി കാണിക്കുക ഓഫ് കോഴ്സ് 14th ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും. പക്ഷെ അതിൽ തന്നെ സിലിക്കൺ ഇല്ലാത്തതുകൊണ്ട് ഇനി കമ്പാരിസൺ അലൂമിനിയം വിത്ത് ജർമ്മേനിയാണ്. അലൂമിനിയത്തിന്റെ അയണൈസേഷൻ എന്താൽപ്പി കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജർമ്മേനിയത്തിൻ്റെ എന്തായിരിക്കും, ഭയങ്കര ഹൈ ആയിരിക്കും. അതായത് ഹയസ്റ്റ് പൊസിഷനിൽ എന്തായാലും കിടക്കുന്നത് ജർമ്മേനിയാണ്. വേണമെങ്കിൽ വാല്യൂം കൂടെ നോക്കാം. അലൂമിനിയത്തിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി 577 ആണ്, വേറസ് ജർമ്മേനിയത്തിൻ്റെത് അത് വരുന്നത് 761. അതായത് അലൂമിനിയത്തിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിനേക്കാളും കൂടുതലാണ് ജർമ്മേനിയം. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, ഹയർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിക്ക് നമുക്ക് ആൻസർ കിട്ടി. അതാരാണ്? ഹയർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ജർമ്മേനിയാണ്, തർക്കമില്ല. ഇനി ലോവർ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം കുറയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ താലിയല്ല, ഇവിടുത്തെ ലോവർ പൊസിഷൻ ഇന്ത്യയും, ഇവിടെ ആരാണ്? ടിന്നും ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താൽപ്പി കൂടുന്നതുകൊണ്ട് ലെഡും അതേപോലെ തന്നെ താലിയം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആർക്ക് കുറവായിരിക്കും? താലിയത്തിൻ്റെ അയണൈസേഷൻ എന്താൽപ്പി കുറവായിരിക്കും. then അതിനേക്കാളും കുറവാണ് ഇന്ത്യയും. സോ അതുകൊണ്ട് ലോവർ അയണൈസേഷൻ എന്താൽപ്പി ആരും വരും? ഇന്ത്യയും വരും. ഇനി ജർമ്മേനിയത്തിന്റെ ഹയർ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവർ +4ഉം +3 കാണിക്കുമെങ്കിൽ തന്നെ ഈ ബോട്ടം എലമെന്റ്സ് ആണ് +2 കാണിക്കുക ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് ജർമ്മേനിയ ഏതെന്നെ കാണിക്കുക? +4 കാണിക്കുക. ആൻഡ് ഇന്ത്യത്തിനെ സംബന്ധിച്ച് ഇന്ത്യത്തിന് ഇതേപോലെ തന്നെ +3ഉം +1ഉം കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ അതിൽ തന്നെ +3 തന്നെ ആയിരിക്കും ഇന്ത്യത്തിന്റെ. നേരെ മറിച്ച് താലിയാണെങ്കിൽ +1 ആണ് മോർ സ്റ്റേബിൾ, കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ്. പക്ഷെ ഇവിടെ ഏതന്നെയാണ്? +3 തന്നെയാണ് മോർ സ്റ്റേബിൾ. സോ +4 ആൻഡ് +3, ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഇനിയുള്ളത് നമ്മളെ +2 P ബ്ലോക്ക് അഥവാ 15 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജാനുവരി 22 ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് electrolyte can be used to obtain H2SO8 by the process of electrolysis. ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ P ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ നിങ്ങൾ കോമ്പൗണ്ട് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോളിസിസ് ഓഫ് H2SO4. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഒന്നുമില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ H2SO4 എടുക്കാൻ പോവാണ്. ഒരു കണ്ടെയ്നർ നമ്മൾ ആദ്യം എടുത്തു. ഈ കണ്ടെയ്നറിൽ നമ്മൾ 2 ഇലക്ട്രോഡുകൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിപ്പ് ചെയ്യാൻ പോവാണ്. 2 ഇലക്ട്രോഡുകൾ ഞാൻ ഡിപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ്, പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇനി ഞാൻ ഡൈല്യൂട്ട് H2SO4 എടുക്കണമെങ്കിൽ ഇവിടെ H+ ഉണ്ടാവും, പിന്നെ OH- ഉണ്ടാവും. ഈവൻ കോൺസെൻട്രേറ്റഡ് എടുത്താലും H+ OH- ഉണ്ടാവും. കൂടെ ആരും ഉണ്ടാവും? H+ SO4 ഉണ്ടാവും. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, 2 സ്ഥലത്തും ഇവിടെ കാറ്റയോൺ പാർട്ട് H+ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് H+ നേരെ എന്താവും? H2 ആവും. ഇതാണ് എവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇത് +1 to 0 റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എവിടെ നടക്കുക? റിഡക്ഷൻ നടക്കൽ കാത്തോഡിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് എന്താ നടക്കുക? ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ. സോ ഗൈസ് ജസ്റ്റ് ലിസൺ. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇനി 2 കേസുകളുണ്ട്. അസിഡിഫൈഡ്, അത് മീൻ ഡൈല്യൂട്ട് H2SO4 ഉണ്ട്, പിന്നെ എന്തുണ്ട്? കോൺസെൻട്രേറ്റഡ് H2SO4 ഉണ്ട്. ഡൈല്യൂട്ടോ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ H+ ഒരു മാറ്റമില്ല, H+ രണ്ടിലും ഉണ്ട്. ആൻഡ് ഡൈല്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO4 വളരെ കുറവാണ്, കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ SO4 വളരെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പൊട്ടൻഷ്യലി OH- ആണ് ഇവിടെ ഓക്സിഡേഷൻ നല്ല എബിലിറ്റി ഉള്ള ആള്. അപ്പൊ ഡൈല്യൂട്ട് ആണെങ്കിൽ നേരെ OH- ആണ് പോവുക. ഡൈല്യൂട്ട് ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഡൈല്യൂട്ട് നമുക്ക് OH- പോയി കഴിഞ്ഞാൽ നേരെ O2 അവിടെ ലിബറേറ്റ് ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ?
S2O8 2- കിട്ടും. എന്ത് കിട്ടും? S2O8 2-. എവിടുന്ന്? SO4 2-. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഒബ്റ്റൈൻ H2S2O8 ബൈ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ്? ആരെ യൂസ് ചെയ്യണം നിങ്ങൾ? കോൺസെൻട്രേറ്റഡ് ഡൈലൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും S2O8 2- കിട്ടൂല, പകരം എന്താ കിട്ടുക? O2H2 കിട്ടുക. നേരെ മറിച്ച് കോൺസെൻട്രേറ്റഡ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ H2 അതേപോലെ തന്നെ S2O8 2- ഓർ H2S2O8 കിട്ടും. അപ്പോൾ നമ്മൾ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് കാര്യമില്ല, അസിഡിഫൈഡ് ഡൈലൂട്ട് കാര്യമില്ല, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് H2SO4 യൂസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറയുന്ന H2S2O8 പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ദ മാക്സിമം കോവലൻസി ഓഫ് എ നോൺ മെറ്റാലിക് ഗ്രൂപ്പ് 15 എലമെന്റ് ഇ വിത്ത് വീക്കസ്റ്റ് ഇ ബോണ്ട്. കണ്ടോ എത്രത്തോളം ഒരു ചെറിയ ഒരൊറ്റ സെന്റൻസിൽ അവർ ഏകദേശം ഒരു 3 ഡാറ്റ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് മാക്സിമം കോവലൻസി ആണ്, രണ്ടാമത്തത് ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആണ്, അവൻ നോൺ മെറ്റൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോവാം. ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആരൊക്കെയാ? ഗ്രൂപ്പ് 15 എലമെന്റ്സ് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്സ്. ഇനി ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ആക്ച്വലി നോൺ മെറ്റൽസ് ആണ്. ഇവർ രണ്ടുപേരും മെറ്റലോയിഡ്സ് ആണ്. ബിസ്മത്ത് മെറ്റലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം നോൺ മെറ്റൽസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ആരൊക്കെയാണ്? നൈട്രജനും ഫോസ്ഫറസും. ബാക്കിയുള്ളവരൊക്കെ പോയി. ഇനി അതിൽ തന്നെ വീക്കസ്റ്റ് ഈ ബോണ്ട്, അതായത് നൈട്രജൻ സിംഗിൾ ബോണ്ട് നൈട്രജനും ഫോസ്ഫറസ് സിംഗിൾ ബോണ്ട് ഫോസ്ഫറസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആരാണ് വീക്കസ്റ്റ്? ഇതിൽ ശരിക്ക് സ്ട്രോങ്ങസ്റ്റ് ആവേണ്ടത് ശരിക്കും ആരാണ്? നൈട്രജൻ സിംഗിൾ ബോണ്ട് നൈട്രജൻ ആണ്. കാരണം സൈസ് കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും? ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടും. പക്ഷേ നൈട്രജന്റെ കേസിൽ ഇവിടുത്തെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻ കാരണം സ്വാഭാവികമായിട്ടും അവിടുത്തെ ബോണ്ട് ലെങ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ബോണ്ട് കുറേ കൂടി വീക്കർ ആയിരിക്കും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫോസ്ഫറസിനാണ് വീക്കർ ബോണ്ടെങ്കിലും ഈ കേസിൽ നൈട്രജൻ സിംഗിൾ ബോണ്ട് നൈട്രജൻ ആണ്. അത് നൈട്രജൻ സിംഗിൾ ബോണ്ട് നൈട്രജനും ഓക്സിജൻ സിംഗിൾ ബോണ്ട് ഓക്സിജനും ഫ്ലൂറിൻ സിംഗിൾ ബോണ്ട് ഫ്ലൂറിനൊക്കെ ബാധകമാണ്. ഇവരുടെ ഈ എക്സ്ട്രീംലി സ്മോളർ സൈസ് കാരണം അവരുടെ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ നൈട്രജൻ ആണ് എന്ത്? ഈ കൂട്ടത്തിൽ വീക്കസ്റ്റ്. ഈ കൂട്ടത്തിൽ ഇവരെ, കാരണം ഇവരെടുക്കേണ്ട നോൺ മെറ്റൽസിന് എടുക്കാനാണ് പറഞ്ഞത്. നോൺ മെറ്റൽസിൽ വീക്കസ്റ്റ് ബോണ്ട്. അപ്പോൾ ഏതാ വരിക? നൈട്രജന്റെ മാക്സിമം കോവലൻസി എത്രയാടാ? 4. കണ്ടോ? അപ്പോൾ എവിടെയൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രൂപ്പ് 15 എലമെന്റ്സിനെ അറിയണം, അതിൽ നോൺ മെറ്റൽസ് ആരാന്ന് അറിയണം, ദെൻ അതിൽ വീക്കസ്റ്റ് ബോണ്ട് ഏതാണെന്ന് അറിയണം, അതിൽ തന്നെ കോവലൻസി അറിയണം. ഇത്രയും കാര്യങ്ങൾ അവരൊറ്റ ക്വസ്റ്റ്യനിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ജാനുവരി 23 ഷിഫ്റ്റ് 1ന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഫോളോയിങ്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ PH3 ഷോസ് ലോവർ പ്രോട്ടോൺ അഫിനിറ്റി ദാൻ NH3. അപ്പോൾ നമ്മൾ NH3യും PH3യും കമ്പയർ ചെയ്യുമ്പോൾ എന്താ പ്രോട്ടോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു പ്രോട്ടോണെ വാങ്ങിക്കും. ഒരു ബേസ് ആണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക? പ്രോട്ടോണെ വാങ്ങിക്കുക അല്ലേ? പ്രോട്ടോണെ വാങ്ങിക്കണ ആളെ നമ്മളെന്താ വിളിക്കുക? പ്രോട്ടോൺ അഫിനിറ്റി ഈക്വൽ ടു പ്രോട്ടോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് സിംപ്ലി മീൻസ് ബേസിക് ക്യാരക്ടർ അല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞ എന്താണ്? ഷോസ് ലോവർ പ്രോട്ടോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PH3 ഈസ് ലെസ് ബേസിക് ദാൻ NH3 എന്നാണ്. അത് കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഇവരുടെ അസിഡിക് ക്യാരക്ടർ നോക്കുമ്പോൾ NH3യും PH3ന്റെ അസിഡിക് ക്യാരക്ടർ നോക്കുമ്പോൾ ഇത് PH3 ആണെന്ന് വിചാരിച്ചോ. കോൺജുഗേറ്റ് ബേസ് എടുക്കുമ്പോൾ ഇത് NH2-, ഇത് PH2-. ഇതിൽ ആരാ സ്റ്റേബിൾ? PH2- ആണ് സ്റ്റേബിൾ. അപ്പോൾ ഇവൻ സ്റ്റേബിൾ ആകുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഇങ്ങനെയാണ്. അസിഡിക് സ്ട്രെങ്ത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബേസിക് സ്ട്രെങ്ത് വരിക, വിച്ച് മീൻസ് NH3 ഈസ് മോർ ബേസിക് ദാൻ PH3, ഓർ ദ PH3 ഈസ് ലെസ് ബേസിക് ദാൻ NH3, ഓർ ദ പ്രോട്ടോൺ അഫിനിറ്റി ഓഫ് PH3 ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് NH3. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇനി അടുത്തത് SO2 can act as an oxidizing agent. SO2 can act as an oxidizing agent. എടാ SO2 എന്ന് പറഞ്ഞാൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 അല്ലേ? ഈ സൾഫറിന് +6ക്ക് പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അതായത് ഇവൻ എന്ത് നടക്കും? നന്നായിട്ട് ഓക്സിഡേഷൻ നടക്കും. നന്നായിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന ഒരാളെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നല്ല വിളിക്കുക, പകരം റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റി. SO2ന് ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലാണ്, വിച്ച് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രോബ്ലം നമ്മൾ ആൻസർ. ബട്ട് നമുക്ക് ബാക്കി 2 ഓപ്ഷനും കൂടി വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഉറപ്പിക്കാം. NF3 എക്സിസ്റ്റ് ബട്ട് NF5 ഡസ് നോട്ട്. സോറി, PF3 ആണ്, NF3 അല്ല. PF3 എക്സിസ്റ്റ് ചെയ്യും, PF5 ഉണ്ടാവും, പക്ഷേ NF5 ഉണ്ടാവില്ല. ബിക്കോസ് നൈട്രജന്റെ മാക്സിമം കോവലൻസി 4 ആണ്, അല്ലാണ്ട് 5 ഒരിക്കലും വരില്ല. NO2 ക്യാൻ ഡൈമറൈസ് ഈസിലി. ആരാ NO2?
NO2 നൈട്രജനിലെ ടോട്ടൽ ഇലക്ട്രോൺ എത്രടാ 5 വാലൻസ് ഇലക്ട്രോൺ. ഓക്സിജനിൽ ടോട്ടൽ 6 വെച്ചിട്ട് 2 ഓക്സിജനിൽ 12 ഇലക്ട്രോൺ. അപ്പോൾ 17 വാലൻസ് ഇലക്ട്രോൺ. 17 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒരു ഇലക്ട്രോൺ എന്തായിട്ട് കിടക്കും? ഓഡ് ഇലക്ട്രോൺ ആയിട്ട് കിടക്കും. വിച്ച് മീൻസ് NO2 ഈസ് എ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. NO2 ഈസ് എ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസുകൾ ഡയമറൈസ് ചെയ്യും. അപ്പോൾ 2 NO2 ഡയമറൈസ് ചെയ്യും. 2 NO2 ഡയമറൈസ് ചെയ്തിട്ടാണ് ആരുണ്ടാവണമെന്ന് അറിയോ? N2O4. N2O4 ഓടല്ല, ഓഡ് ഇലക്ട്രോൺ അല്ല. കാരണം 17 + 17 34 അപ്പോൾ പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ NO2ന്റെ കൂടെ പെയർ ചെയ്യും. അതേപോലെ തന്നെ NOന്റെ കൂടെ പെയർ ചെയ്യും. NOന്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ N2O3. NO2ന്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ N2O4. ഓക്കെ അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 2 ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. January 24 ഷിഫ്റ്റ് 1ന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓക്സിജൻ ആൻഡ് സൾഫർ മേ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. എൻറ്റയർ പി ബ്ലോക്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ആൻസർ ഈസ് അറ്റോമിസിറ്റി. കാരണം നിങ്ങൾ ആദ്യം നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഒരു ഓർഡർ നോക്കാം. ആരാണിത്? ഓക്സിജൻ ഫാമിലിയാണ് അല്ലേ? ഓക്സിജൻ ഫാമിലിയിൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമുക്ക് ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഗ്രൂപ്പ് 16 എലമെന്റ്സ്. യെസ്, ഇവിടെ നോക്കിയേ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഓക്സിജൻ 55, വേറെ സൾഫർ 393. ഏകദേശം എത്ര? ഒരു 8 ടൈംസ് ഒക്കെ ഇതൊരു 400 റേഞ്ചിലാണ്. ഒരു 4 ടൈംസോളം കൂടി കണ്ടോ. ദെൻ ഇവിടെ നമുക്കത് കാണാം 90 718 അതായത് ഓക്സിജൻ്റെയും ഈ പറയുന്ന സൾഫറിൻ്റെയും മെൽറ്റിംഗ് പോയിന്റിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഡിഫറൻസ് വരുന്നത് O2 എക്സിസ്റ്റ് ചെയ്യൽ, ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യൽ O2 ആയിട്ടും സൾഫർ എക്സിസ്റ്റ് ചെയ്യൽ SI2 ആയിട്ടാണ്. അതായത് ഇവൻ്റെ അറ്റോമിസിറ്റി 2 ഇവൻ്റെ അറ്റോമിസിറ്റി 8. അപ്പോൾ നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് ജനറലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ വെയിറ്റ് ആണ്. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ വെയിറ്റിന് ഡയറക്ട്ലി വേറെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഇവന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 32 ഗ്രാം ആണെങ്കിൽ ഒരു മോളിന്റെ വെയിറ്റ്, അല്ലെങ്കിൽ ഒന്നിന്റെ വെയിറ്റ് 32 AMU ആണെങ്കിൽ ഇവിടെ അത് 8 ടൈംസ് ഇൻറ്റു 32 AMU. അതായത് ഇവനേക്കാളും ഏകദേശം 8 ടൈംസ് എന്താണ് കൂടുതലാണ്. അപ്പോൾ 8 ടൈംസ് കൂടിയാൽ സ്വാഭാവികമായിട്ടും എന്തും കൂടും? മെൽറ്റിംഗ് പോയിന്റിലും ബോയിലിംഗ് പോയിന്റിലും ലാർജ് ഡിഫറൻസ് ഉണ്ടാവും. സോ ദ ആൻസർ ഡയറക്ട്ലി ഹിറ്റ് ഫോർ അറ്റോമിസിറ്റി. നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? അത് പറയാം. ദെൻ അടുത്തത്, എ ഗ്രൂപ്പ് 15 എലമെന്റ് ഫോംസ് d-pi bond with transition metals. It also form hydride which is strongest base among the hydrides of other group members that form d-pi bond. The atomic number of the element എന്നാണ്. ഗ്രൂപ്പ് 15 ആരൊക്കെയാണ് ഉള്ളത്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്സ്. സോ അവൻ d-pi ബോണ്ട് ഉണ്ടാക്കണം. d-pi ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ d ഓർബിറ്റൽ ഉണ്ടാവണം. ട്രാൻസിഷൻ എലമെന്റിന്റെ d-piയും ഈ ഫോസ്ഫറസ് അല്ലെങ്കിൽ ആർസനിക് ഓർ ആന്റിമണി ഓർ ബിസ്മത്ത് അവന്റെ d ഓർബിറ്റലും. അപ്പൊ നൈട്രജൻ എന്തായാലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ബിക്കോസ് നൈട്രജന്റെ d-pi ഉണ്ടാക്കാനുള്ള പവർ നൈട്രജൻ ഇല്ല. ആൻഡ് ഇറ്റ് ഓൾസോ ഫോംസ് ഹൈഡ്രൈഡ് വിച്ച് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ബേസ്. അവിടെ ബാക്കിയുള്ളവർ ഹൈഡ്രൈഡ് ആരൊക്കെയാണ്? PH3, ASH3, SbH3 ആൻഡ് BH3. സ്ട്രോങ്സ്റ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രൈഡിന്റെ അസിഡിക് ക്യാരക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PH2, ASH2 മൈനസ്, SbH2 മൈനസ്, BiH2 മൈനസ്. ഇവിടെ നമുക്കറിയാം BiH2 മൈനസിന്റെ കേസിൽ അവന്റെ സൈസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജിനെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഓർഡർ ഇങ്ങോട്ടേക്ക് കൂടുതലായിരിക്കും. സ്റ്റെബിലിറ്റി കൂടുതലാകുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഇങ്ങോട്ടേക്ക് കൂടുതലായിരിക്കും. അതായത് ഇവൻ ആണ് മോർ അസിഡിക്. ഇവൻ മോർ അസിഡിക് ആണെങ്കിൽ ഇവൻ ആണ് മോർ ബേസിക്. അപ്പോൾ ആരാ മോർ ബേസിക്? സ്ട്രോങ്സ്റ്റ് ബേസിക് ഹൈഡ്രൈഡ് ആരാണ്? PH3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് അറ്റോമിക് നമ്പർ ഓഫ് ദ എലമെന്റ്, അതായത് ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ എത്ര? നൈട്രജന്റെ 7 ആണെങ്കിൽ ഫോസ്ഫറസിന്റെ 15. സോ ദ ആൻസർ ഈസ് 15 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, പണി കഴിഞ്ഞു. 15 ആണ് കറക്റ്റ് ആൻസർ വരിക. ദെൻ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പി ബ്ലോക്കിലുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒരു ചാപ്റ്റർ ആയിട്ട് അടുത്തത് കാണാം. അതുവരെ ബൈ. താങ്ക് യു.